വെങ്കലിനായി വായിച്ച ഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം 50 വർഷം ദൈവം ഇടവകയെ നടത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം അടുത്ത് വന്നിരിക്കുന്നൊരവസരമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് സ്ലീഹായായി വായിച്ച ഭാഗമൊക്കെ ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഈ ചിന്തകളാണ് സഭ മൊത്തമായി ഇന്ന് ചിന്തിക്കുന്നത്. എന്തിനാണ് ഇടവക, എന്തിനാണ് സഭ, ദേവാലയം എന്തിനാണ്? മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണുന്ന അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. വരണ്ട കൈയുള്ള മനുഷ്യൻ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി വന്നിരിക്കുന്നു. അവനവിടെ ഒരു ന്യൂനപക്ഷമാണ്, മൈനോറിറ്റിയാണ്. ബാക്കി എല്ലാവരും തന്നെ നല്ല ദൃഢഗാത്രരാണ്, നല്ല ആരോഗ്യമുള്ളവർ, നല്ല സുന്ദരന്മാർ, നല്ല യൗവനത്തിലുള്ളവർ, എല്ലാം കൊണ്ടും സംതൃപ്തരായ എല്ലാ ആളുകളും. എന്നാൽ അവരിൽ ഒരുവൻ മാത്രം നമ്മുടെ ഭാഷയിൽ വികലാംഗനാണ്, ഡിഫറൻ്റ്ലി ചലഞ്ച്ഡാണ്, ഫിസിക്കലി ചലഞ്ച്ഡാണ്. അവൻ ജന്മനാ വരണ്ട കൈയുള്ള മനുഷ്യനാണ്. എന്നാൽ അവൻ നിരന്തരമായി ദേവാലയത്തിൽ വന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ വരണ്ട കൈ ഒരിക്കലും അവനെ ദേവാലയത്തിൽ നിന്ന് അകറ്റിയില്ല. അവൻ്റെ ആ ജീവിതാനുഭവം അവനൊരിക്കലും മറ്റാരുമായി താരതമ്യപ്പെടുത്തി നോക്കിയില്ല. ഞാൻ എന്തുകൊണ്ടിങ്ങനെയായി? എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാണ് ദേവാലയം. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അവന് പുറൂറുപ്പാൻ ഒന്നുമില്ല, അവന് പരിഭവം പറയുവാനൊന്നുമില്ല. അവൻ ദേവാലയത്തിൽ വന്ന് നിശബ്ദനായി ദേവാലയത്തിൻ്റെ കോണിൽ ആരാധനയ്ക്ക് വന്നിരിക്കുന്നു. ഇന്ന് പരിഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ ദേവാലയത്തിൽ നിന്ന് അകറ്റാറുണ്ട്. മറ്റുള്ളവരെ പോലെ എന്തുകൊണ്ട് ഞാൻ അല്ല എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അത് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ? അല്ലെങ്കിൽ അനാരോഗ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം, എന്തുകൊണ്ട് എനിക്കിങ്ങനെ? അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി ജീവിതത്തിൽ വരുമ്പോൾ ചിന്തിച്ചു പോകാം, എന്തുകൊണ്ട് എനിക്ക് പരാജയം? ചിലരെയെങ്കിലും പരാജയമോ പരാധീനതയോ അനാരോഗ്യമോ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റാം. എന്നാൽ ഈ വരണ്ട കൈയുള്ള മനുഷ്യന് ഒരു പരിഭവവുമില്ല. അവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്, അവൻ പരിമിതിയുള്ളവനാണ്, അവൻ മറ്റാരെ പോലെയുമല്ല. എങ്കിലും അവൻ സംതൃപ്തിയോടെ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ടുണ്ട്. അതിനാണ് ദേവാലയം. ദേവാലയത്തിൽ എല്ലാവർക്കും ഒരിടമുണ്ട്. ചിലപ്പോൾ ആരും നമ്മളെ ശ്രദ്ധിച്ചു എന്ന് വരികയില്ല, ചിലപ്പോൾ ആരും നമ്മളെ കണ്ടു എന്ന് വരികയില്ല. നമ്മൾ ചിലപ്പോൾ ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൻ്റെ കോണിലിരുന്ന് ആരാധനയെ സംബന്ധിച്ചിട്ട് ആരും നമ്മളോട് മിണ്ടി എന്ന് വരികയില്ല. നമ്മൾ ആരാധനയെ സംബന്ധിച്ച് മടങ്ങിപ്പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ സംശയിച്ചു പോകാം, ദൈവം എന്നെ കണ്ടോ എന്ന് പോലും ചിലപ്പോൾ സംശയിച്ചു പോകാം. ഇവിടെ ഇതാ പള്ളിക്കകത്തെ ദേവാലയത്തിൽ ഒരു പരിഭവമില്ലാതെ ആ ദേവാലയത്തിൻ്റെ കോണിൽ ദൈവത്തെ ആരാധിക്കാൻ വന്ന ആ വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ട യേശു, അതാണ് പള്ളി. ആ വരണ്ട കൈയുള്ള മനുഷ്യൻ്റെ മേൽ ദൃഷ്ടി പതിച്ച യേശു, ആ യേശു ഉള്ളിടമാണ് ആരാധനാലയം. യേശു ഇതാ മറ്റാരും ശ്രദ്ധിക്കാത്ത മനുഷ്യനെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. മറ്റാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവരും മുമ്പോട്ട് നോക്കിയിരിക്കുകയാണ്. പുറകിലെ അറ്റത്ത് മൂലയ്ക്ക് വന്നിരിക്കുന്ന ഈ മനുഷ്യനെ ആര് ശ്രദ്ധിക്കാനാണ്? കണ്ടാലും ശ്രദ്ധിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ യേശു കർത്താവ് എഴുന്നേറ്റ് നിന്നപ്പോൾ യേശുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞത് ആരിലേക്കാണ്? മുൻപന്തിയിൽ വന്നിരുന്ന പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരോ പരീശന്മാരോ ശാസ്ത്രിമാരുടെയും മേലല്ല യേശുവിൻ്റെ കണ്ണ് പതിഞ്ഞത്. പലപ്പോഴും നമ്മൾ മുൻപന്തിയിലൊക്കെ വന്നിരിക്കുന്ന ഞങ്ങളുടെ മേൽ ദൃഷ്ടി പതിയട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. എന്നാൽ യേശു എഴുന്നേറ്റ് നിന്നപ്പോൾ യേശുവിൻ്റെ ദൃഷ്ടി പതിയുന്നത് ദേവാലയത്തിൻ്റെ കോണിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വന്നിരിക്കുന്ന ആ
ആ വരണ്ട കൈയുള്ള മനുഷ്യനാണ്. അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, ഐ ഹാവ് സീൻ യു. ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ആരും കണ്ടിട്ടില്ല എങ്കിലും, നിന്നെ ആരും കണ്ടിട്ടില്ല എങ്കിലും, നിന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഞാൻ നിന്നെ കണ്ടു എന്ന് അവനോട് പറയും. അവനോട് പറയുന്നു, നീ നടുവിൽ, നീ എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമല്ല പറയുന്നത്, പിന്നെയോ നീ ദേവാലയത്തിൻ്റെ നടുവിലേക്ക് വരിക. നീ ദേവാലയത്തിൻ്റെ നടുവിൽ, നീ തനിയെ മുന്നിലേക്ക് വരുവാൻ നിനക്ക് ധൈര്യമുണ്ടാവില്ല. കാരണം നീ വരണ്ട കൈയുള്ള മനുഷ്യനാണ്, നിനക്ക് ധൈര്യമുണ്ടാവില്ല. നിന്നെ ആരും പുറകിൽ നിന്ന് വിളിച്ചിവിടെ കൊണ്ടിരുത്തിയില്ല, കാരണം നീ ഒരു വികലാംഗനാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. എൻ്റെ ദൃഷ്ടി നിൻ്റെ മേൽ പതിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി നിൻ്റെ മേൽ പതിയട്ടെ. അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് ചുറ്റും നോക്കുമ്പോൾ എല്ലാവരുടെയും ദൃഷ്ടി അവൻ്റെ മേലാണ്, എല്ലാവരുടെയും ദൃഷ്ടി അവൻ്റെ മേലാണ്. ശബത്തിൽ നന്മയെയോ തിന്മയെയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പുറപുറക്കുന്നുണ്ടാവാം. ഈ ശബത്തിൽ ഞങ്ങളെ ആരെയും കാണാതെ യേശു കാണുന്ന ആരെയാ? ഈ വരണ്ട കൈയുള്ള മനുഷ്യനെയാണ്. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവർ മിണ്ടാതിരുന്നു. അപ്പോൾ ദേവാലയത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യനുണ്ട്, ദേവാലയത്തിൽ യേശുവുണ്ട്, ദേവാലയത്തിൽ ഹൃദയകാഠിന്യമുള്ള മനുഷ്യരുണ്ട്. ഹൃദയകാഠിന്യമുള്ള മനുഷ്യരുണ്ട്. അവർ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നവരാ, പക്ഷേ നന്മ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഹൃദയകാഠിന്യമുള്ള മനുഷ്യർ, അവരോ മിണ്ടാതിരുന്നു. മിണ്ടാതിരിക്കാൻ കാരണം പറയുന്ന ഹൃദയകാഠിന്യമാണ്. അവരെന്നും പള്ളിയിൽ വരുന്നവരാ, കൊയറിലുള്ളവരാ ചിലപ്പം, അല്ലേ? നിങ്ങളെക്കുറിച്ചല്ല, അല്ലേ? പള്ളിയിൽ നിന്നും വരുന്നവരാണ്, ആരാധനയെ സംബന്ധിക്കുന്നവരാണ്, പള്ളിക്ക് പണം കൊടുക്കുന്നവരാണ്. യേശു ചോദിക്കുന്നു, നന്മ ചെയ്യുകയാണോ നല്ലത്, തിന്മ ചെയ്യുകയാണോ നല്ലത്? അവർ ഹൃദയകാഠിന്യ നിമിത്തം മിണ്ടാതിരുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്താ വേദപുസ്തകത്തിൽ പറയുന്നറിയാമോ? യേശു ദുഃഖിച്ചു, യേശു കോപിച്ചു. കോപിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, അല്ലേ? ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം എന്ന് പറയുന്നതിന് നമുക്ക് വലിയ സന്തോഷമാണ്. ദൈവ സ്നേഹം തന്നെ എന്നുള്ള വാക്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നൊരു ദൈവം. എന്നാൽ ദൈവം ദുഃഖിക്കുകയും കോപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, ദേവാലയത്തിൽ പ്രാവുകളെ വിൽക്കുന്നവരുടെ മേശകളെയൊക്കെ മറിച്ച് കളഞ്ഞപ്പോൾ യേശു കോപിച്ചു, യേശു ദുഃഖിച്ചു. കോപിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്നേഹം മാത്രമല്ല, കോപിക്കുന്നൊരു ദൈവമാണ്. തിന്മ കണ്ടാൽ, അനീതി കണ്ടാൽ, അന്യായം കണ്ടാൽ കോപിക്കുന്നൊരു ദൈവം, ദുഃഖിക്കുന്നൊരു ദൈവമാണ്. യേശു ദുഃഖിച്ച പല ഭാഗങ്ങൾ കാണുന്നുണ്ട്. കണ്ണുനീർ വാർത്തെന്ന് കാണുന്നുണ്ട്. ദേവാലയത്തെ കണ്ട് ദുഃഖിച്ചതായിട്ട് കാണുന്നുണ്ട്. ദുഃഖം. യേശു ദുഃഖിച്ചു, കോപിച്ചു. യേശു അവനോട് പറയുന്നു, സ്ട്രെച്ച് യുവർ ഹാൻഡ്, നിന്റെ കൈ നീട്ടുക എന്ന് പറയുന്നു. കൈ നീട്ടുക എന്ന് പറയുന്നു. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരും വിചാരിച്ച് യേശു എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ശബത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളാരും ഗവനിക്കാത്ത ഈ മനുഷ്യനെ, ഞങ്ങളാരും ശ്രദ്ധിക്കാത്ത ഈ മനുഷ്യനെ എന്ത് ചെയ്യാൻ പോകുന്നു? യേശു അവനോട് പറയുന്നു, ബി ഹോൾസം, നീ പൂർണ്ണനായിത്തീരുക. നിൻ്റെ അപൂർണത എന്തിലാണ്? നിൻ്റെ വരണ്ട കൈയിലാണ് നിൻ്റെ അപൂർണത. സ്ട്രെച്ച് യുവർ ഹാൻഡ്, നീ മറ്റേതൊരാളിനെ പോലെ നീ ആയിത്തീരുക എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നു. അരികിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ആ മനുഷ്യനോട് അവൻ പറയുന്നു, എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക, നിൻ്റെ കൈ നീട്ടുക, നീ പൂർണ്ണനായിത്തീരുക, നീ സൗഖ്യമാകുക. എന്തിനാണ് ദേവാലയം? കഴിഞ്ഞ 50 വർഷമായി ദേവാലയം, നമ്മുടെ പൂർവികന്മാർ ദീർഘവീക്ഷണത്തോടെ ഇവിടെ ദേവാലയം ആരംഭിച്ചു. ആർക്കു വേണ്ടിയാണ് ദേവാലയം? എല്ലാവർക്കും ഒരിടമുള്ളണം. ആ ദേവാലയം എല്ലാവർക്കും ഒരിടമുണ്ട്. ഈ വരണ്ട കൈയുള്ള മനുഷ്യനൊരിടം ഒരുക്കി കൊടുത്ത ദേവാലയമായിരിക്കണം നമ്മുടെ ദേവാലയം. കേവലം വരണ്ട കൈ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിലെ വരണ്ട ജീവിതാനുഭവങ്ങൾ, ഡ്രൈ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ്. ഇന്ന് ദേവാലയത്തിൽ നമ്മൾ വളരെ സുസ്മേരവതരായിരിക്കുമ്പോൾ തന്നെ എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെല്ലാം വരണ്ട ജീവിതാനുഭവങ്ങളുണ്ടായിരിക്കാം. മാനസികമായിട്ടായിരിക്കാം, ശാരീരികമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. വരണ്ട അനുഭവങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നൊരു ദൈവം ഈ വരണ്ട ജീവിതാനുഭവങ്ങളോടുകൂടി ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മളുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കുന്നൊരു ദൈവം, അതാണ് ദേവാലയം. ആ ദൈവം വസിക്കുന്നിടം ആ ദേവാലയം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 50 വർഷക്കാലം
നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചൊരു ദൈവം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ പതിയുമോ എന്ന്. എന്നാൽ ആരാധന എന്ന ഒറ്റ ലക്ഷ്യത്തോട് മാത്രം ഈ ദേവാലയത്തിൽ ആരെങ്കിലും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിച്ചൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നൊരിക്കലും മറക്കരുത്. അതുകൊണ്ട് ദേവാലയം എന്തിനു വേണ്ടിയാണ്? വരണ്ട ജീവിതാനുഭവങ്ങളോടുകൂടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ദൃഷ്ടി പതിയപ്പെടേണ്ട ഒരിടയമാണ് ദേവാലയം. ഈ ദേവാലയത്തിൽ ആ വിധത്തിൽ ദൃഷ്ടി പതിക്കപ്പെട്ട എത്രയോ പേരുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഭവമായിരിക്കാം, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേൽ പതിഞ്ഞു, എൻ്റെ ജീവിതത്തിലെ വരണ്ട ജീവിതാനുഭവങ്ങളെ അവൻ സ്പർശിച്ചു, അവനെന്നെ പൂർണ്ണതയിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, ദേവാലയം അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപൂർണതകളിൽ നിന്ന് പൂർണ്ണതകളിലേക്ക് നമ്മളെ നയിക്കുന്നിടം ആ ദേവാലയം. അപൂർണതകൾ ജീവിത യാഥാർത്ഥ്യമാണ്. ഒരിക്കലും വിചാരിക്കരുത് ജീവിതത്തിൽ അപൂർണതകൾ ഒരു പരാജയമാണെന്ന് വിചാരിക്കരുത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ അപൂർണതകൾ, വരണ്ട അനുഭവങ്ങൾ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. എന്നാൽ വരണ്ട ജീവിതാനുഭവങ്ങളോടുകൂടി അന്യപ്പെട്ട് നിൽക്കുന്നതിനിടയാകാതെ, മാറി നിൽക്കാതെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കുന്നു, നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഹൃദയകാഠിന്യം ഉള്ള മനുഷ്യരെ ലജ്ജിപ്പിക്കുന്നിടമാണ് ദേവാലയം. ഹൃദയകാഠിന്യമുള്ള മനുഷ്യരെ, നന്മ ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നവരെ, തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവരെ, അവരെ ലജ്ജിപ്പിക്കുന്ന കർത്താവ് വസിക്കുന്നിടമാണ് ദേവാലയം. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഇടവകയെ ദൈവം തമ്പുരാൻ ഇത്രത്തോളം നടത്തി. നമുക്ക് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ച ഒരു കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തി. ഇനിയും നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. കർത്താവേ, ദേവാലയത്തിൽ ആരാധന വന്ന് സംബന്ധിക്കുന്ന എല്ലാവരുടെയും മേൽ നിൻ്റെ ദൃഷ്ടി പതിയണമേ, അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കണമേ. അതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. കുടുംബത്തെക്കുറിച്ച് പ്രകാരം നമ്മൾ പറയുന്നുണ്ട്, ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചർച്ച്. ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചർച്ച്. കുടുംബം ഒരു സഭയാണ്. സഭയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപൂർണതകളിൽ നിന്ന് പൂർണ്ണതയിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യത്താൽ നയിക്കപ്പെടുന്ന ഇടമാണ് സഭ. അപ്പോൾ കുടുംബം ഒരു സഭയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? കുടുംബത്തിൽ അപൂർണതകളുണ്ടോ? എന്തുമാത്രം അപൂർണതകളാണ്. ആരും പൂർണ്ണരല്ല, അല്ലേ? പലപ്പോഴും പഴിചാരിക്കൊണ്ടേയിരിക്കും, ഞാൻ പൂർണ്ണനാണ്, നീ അപൂർണയാണ്, അപൂർണനാണ്, അല്ലേ? പലപ്പോഴും പഴിചാരിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യമാണ് കുടുംബജീവിതത്തിനുള്ളിൽ. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം എന്ത് വ്യത്യാസം വരുത്തുന്ന കുടുംബജീവിതത്തിൽ? ഡൊമസ്റ്റിക് ചർച്ച്, ഒരു വീട്ടിലെ സഭ എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ എന്താ ഉണ്ടാകേണ്ടത്? അപൂർണതകളെ ഒരു ജീവിത യാഥാർത്ഥ്യമായി സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യത്താൽ അപൂർണതകളിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്ന ഒരിടമായിരിക്കണം നമ്മുടെ കുടുംബങ്ങളെന്ന് പറയുന്നത്. അവിടെയാണ് കുടുംബം കൂടി വരുമ്പോൾ ഇമ്പം എന്നൊക്കെ പറയുന്നത്. അപൂർണതകളൊക്കെ ഇല്ലാതെ ആരുമില്ല. രണ്ട് ഭവനങ്ങളിൽ ജനിച്ചു വളരുന്ന രണ്ട് പേര് ഒരുമിച്ച് ദേവാലയത്തിൽ വെച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ അപൂർണതകൾ സ്വാഭാവികമാണ്. ചർച്ചക്കേട് സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ചില അപൂർണതകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നേക്കും. ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യമാണ് കുടുംബജീവിതത്തിൽ. എന്നാൽ അവിടെയൊക്കെ അപൂർണതകളെയൊക്കെ മാറ്റി പൂർണ്ണതയിലേക്ക് വരുത്താൻ കഴിയുന്ന ആർക്കാണ്? യേശുവിന് മാത്രമാണ്. കുടുംബം ഒരു സഭയായിത്തീരുന്ന എപ്പോഴാണ്? യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ട്. എപ്പോഴാണ് നമ്മൾ പാടുന്നത്? എൻ്റെ വീട്ടിൽ യേശുവുണ്ട്, എൻ്റെ ഭവനത്തിൽ യേശുവുണ്ട്, ഞാനിവൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അപൂർണതകൾ ഉണ്ടാകാം. എന്നാൽ യേശുവിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ പതിയപ്പെടുമ്പോൾ അപൂർണതകൾ മാറി പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്ന ഇടങ്ങളാണ് കുടുംബങ്ങൾ. ആ വിധത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ദൈവസാന്നിധ്യത്താൽ പൂർണ്ണത അനുഭവിക്കുന്ന ഇടങ്ങളായിത്തീരുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ദേവാലയം? 50 വർഷം ദൈവം എന്ന് പറയാൻ നമ്മളെ നടത്തിയപ്പോൾ ഓർക്കണം, ധാരാളം പേരുടെ മേൽ ദൃഷ്ടി പതിഞ്ഞൊരിടമാണ് ഈ ദേവാലയം. തുടർന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ദൈവമേ നിൻ്റെ ദൃഷ്ടി ഈ ദേവാലയത്തിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരുടെയും മേൽ ദൃഷ്ടി പതിയണമേ എന്നായിരിക്കണം. ഹൃദയകാഠിന്യമുള്ളവരൊക്കെ ഉണ്ടാകാം, അവരെ ലജ്ജിപ്പിക്കുന്ന ഇടമാണ് ദേവാലയം. എന്താണ് കുടുംബം? കുടുംബം ഒരു ദേവാലയമാണ്. ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചർച്ച്. ആ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? അപൂർണതകളൊരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് സ്വീകരിക്കുകയും ബലഹീനതകളൊരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് സ്വീകരിക്കുകയും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവസാന്നിധ്യത്തിൽ പൂർണ്ണത കൈവരിക്കുവാൻ
അപ്പോൾ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.